യേശുവിനെ കുറിച്ച് ദൈവസ്നേഹത്തെ പറ്റി നാം ദൈവമക്കളായി തീർന്നതിനെ പറ്റിയൊക്കെയാണ് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് യേശുക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്ത യേശുവിന്റെ അരുമശിഷ്യനായിരുന്ന യോഹന്നാനാൽ രചിക്കപ്പെട്ട ഒരു തിരുവചന വാക്യമാണ് നാം വായിച്ചത്. ഇതിൽ എഴുതിയിരിക്കുന്നത്, കാരണം നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നത് അത് നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്ന ഒരു സത്യമാണ്. നാം ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളാണല്ലോ, ദൈവത്തിന്റെ സൃഷ്ടികൾ എന്ന നിലയിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിയും ദൈവത്തിന്റെ മക്കളും എന്നുള്ള പദവി രണ്ടും രണ്ടാണ്. സൃഷ്ടി എന്ന നിലയിൽ ഈ ലോകത്തിൽ ദൈവം സകലതിനെയും സൃഷ്ടിച്ചു, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു. അവസാനം മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. മക്കളെന്ന ഒരു പദവിയിലേക്ക് നമ്മെ എത്തിക്കുന്നത് അതിന് ചില പ്രോസസ്സുകൾ ഉണ്ടായിരുന്നു. യഹോവയായ ദൈവത്തിന്റെ വചനം പറയുന്നു, ഉളവാകട്ടെ എന്നുള്ള ശബ്ദത്തിൽ നിന്നാണ് സകലതും ഭൂമിയും ചരാചരങ്ങളും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ മണ്ണുകൊണ്ട് നിർമ്മിച്ചു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അതിനുശേഷം അവൻ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ജീവനുള്ള ദേഹിയായി തീർന്ന മനുഷ്യൻ ആത്മാവിൽ ജനിക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നെങ്കിൽ മാത്രമേ മനുഷ്യന് ആ മക്കൾ എന്ന പദവിയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ. ഈ ലോകത്തിന്റെ ഒക്കെ ഇടയവനായി ദൈവത്തിന്റെ മകനാകുക, മകളാകുക, ദൈവത്തിന്റെ മക്കളാകുക എന്നുള്ളത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ട ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം, ഈ ലോകത്തിൽ നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ട കേട്ടിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഒരു അനുഭവത്തിൽ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങളുണ്ട്. കാലഗതിക്കനുസരിച്ച് നാം പ്രവർത്തിച്ച് ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന ഒരു അനുഭവത്തിലല്ല താല്പര്യമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനപ്പുറത്ത്, മരണത്തിനപ്പുറത്തൊരു പ്രത്യാശ നമുക്ക് ഓരോരുത്തർക്കും നൽകി തരുവാൻ ദൈവം തന്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ആ ദൈവസ്നേഹത്തിന്റെ, മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയരെ, മനുഷ്യനാൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം ഏതൻ തോട്ടത്തിൽ വെച്ച് അവസാനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മനുഷ്യൻ ദൈവത്തിന്റെ വാക്കിനപ്പുറത്ത് പിശാചിന്റെ വാക്ക് കേട്ടതിന്റെ ഫലമായി ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം മുറിഞ്ഞുപോയി. ആത്മാവിൽ ദൈവം പറഞ്ഞ കൽപ്പന പ്രകാരം പിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നുള്ള ദൈവികമായ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് അറിയാത്ത പ്രവർത്തിച്ചതിന്റെ ഫലമായി മനുഷ്യൻ ആത്മമരണം ഈ ലോകത്തിൽ വെച്ച് സംഭവിച്ചു. ആത്മാവിലാണ് മനുഷ്യൻ ദൈവത്തെ കാണുന്നത്. ദേഹി ആത്മാവിൽ മൂന്നാളത്വത്തിൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ ദേഹത്തിനായിട്ട് പ്രയത്നിക്കുന്നു. ദേഹത്തിനുള്ളതൊക്കെയും രക്ഷയ്ക്ക് വേണ്ടി വസ്ത്രം, കിടപ്പാടം, ആഹാരം, ഇതൊക്കെയും ദേഹത്തിന്റെ രക്ഷയ്ക്ക് ആവശ്യമാണ്. അതിനൊക്കെ വേണ്ടി മനുഷ്യൻ പ്രയത്നിക്കുന്നു. എന്നാൽ ആത്മാവിന്റെ രക്ഷയെക്കുറിച്ച് മനുഷ്യൻ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നു. ദൈവവചനം പറയുന്നത്, ഒരുവൻ സർവ്വലോകവും നേടുകയും തന്റെ ആത്മാവിനെ നഷ്ടമാക്കി കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനമെന്ന്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ലോകത്തിൽ മനുഷ്യൻ ഏറ്റവും വിലയേറിയ ആത്മാവിന്റെ വിലയെപ്പറ്റി യാതൊരു വിധമായ ബോധവുമില്ലാതെ അവൻ ദേഹത്തിനുള്ളത് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഈ ലോകത്തിൽ ദേഹത്തിനുള്ളത്, ശരീരത്തിനുള്ളത്
ആഹാരവും വസ്ത്രവും നല്ല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനപ്പുറത്ത് ആത്മാവിനെ കുറിച്ചുള്ള ചിന്ത മനുഷ്യന് ഇല്ലാതെ പോയിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ഇവിടെ കാണുന്നത്, കാണുന്ന ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകി തന്നിരിക്കുന്നുവെന്ന്. ആ ദൈവമക്കൾ എന്ന പദവിയിലേക്ക് നമുക്ക് മനുഷ്യന് എങ്ങനെ എത്തിച്ചേരാൻ കഴിയുമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു.